ന്യൂ എംപയേഴ്സ് ആൻഡ് കിങ്ഡംസ് എന്ന 9ാമത്തെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് നോക്കുന്നത്. ദി ന്യൂ കൈൻഡ് ഓഫ് ആർമി, ഒരു പുതിയ തരത്തിലുള്ള ആർമിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ലൈക്ക് earlier rulers, some of these kings maintained a well organized army. മുമ്പുള്ള റൂളേഴ്സിനെ പോലെ തന്നെ ഇപ്പോഴുള്ള some of these kings also maintained a well organized army. വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആർമി മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. വിത്ത് എലഫൻസ്, ചാരിയോട്ട്സ്, കാവലറി ആൻഡ് ഫുഡ് സോൾജിയേഴ്സ് എല്ലാം ഉള്ള നല്ല വലിയ ആർമി ഓർഗനൈസ് ചെയ്തിരുന്നു. ബിസൈഡ്സ് ദർ വർ മിലിറ്ററി ലീഡേഴ്സ് ഹു പ്രൊവൈഡഡ് ദ കിങ് വിത്ത് ട്രൂപ്സ് വെനെവർ ഹി നീഡഡ് ദം. അപ്പോൾ അത് കൂടാതെ ഈ ആർമി, വെൽ ഓർഗനൈസ്ഡ് ആർമിയെ കൂടാതെ മിലിറ്ററി ലീഡേഴ്സ് കിങ്ങിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ബൈ പ്രൊവൈഡിങ് ട്രൂപ്സ് കൊടുക്കുമായിരുന്നു. വെനെവർ ദ കിങ് നീഡ്, കിങ്ങിന് എപ്പോഴൊക്കെ ആർമി വേണോ അല്ലെങ്കിൽ ട്രൂപ്പ് വേണോ അപ്പോൾ ഈ മിലിറ്ററി ലീഡേഴ്സ് അവരെ സഹായിക്കും, കിങ്ങിനെ സഹായിക്കും. ആൻഡ് ദേ വർ നോട്ട് പെയ്ഡ് റെഗുലർ സാലറീസ് കൊടുക്കുമായിരുന്നില്ല. ഇൻസ്റ്റഡ് സം ഓഫ് ദം റിസീവ്ഡ് ഗ്രാൻഡ്സ് ഓഫ് ലാൻഡ് ഗ്രാൻഡായിട്ട് കിട്ടുമായിരുന്നു. ദേ കളക്റ്റഡ് റവന്യൂ ഫ്രം ദ ലാൻഡിൽ നിന്ന് റവന്യൂ അവർ കളക്ട് ചെയ്യും. ആൻഡ് യൂസ്ഡ് ദിസ് ടു മെയിൻറ്റെയിൻ സോൾജിയേഴ്സ് ആൻഡ് ഹോഴ്സസ് ആൻഡ് പ്രൊവൈഡ് ഇക്വിപ്മെൻറ്റ് ഫോർ വാർഫെയർ. വാറിന് വേണ്ടിയുള്ള ഇക്വിപ്മെൻറ്റ്സിന് വേണ്ടിയിട്ടും സോൾജിയേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ഹോഴ്സസിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊക്കെ ഈ റവന്യൂ ഉപയോഗിക്കും അവർ. ദീസ് മെൻ വെർ നോൺ ആസ് സാമന്താസ്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് പറയുന്നത് സാമന്താസ് എന്ന്. വെനെവർ ദ റൂളർ വാസ് വീക്ക്, എപ്പോഴൊക്കെ റൂളർ അല്ലെങ്കിൽ കിങ് വീക്കാവുന്നു, സാമന്ത അവരുടെ സ്വന്തമായ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് കിങ്ഡം ഉണ്ടാക്കും. സാമന്താസ് ട്രൈ ടു ബിക്കം ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ കിങ്ങിന് ആർമിയുണ്ട്, അതിൻ്റെ കൂടെ തന്നെ കിങ്ങിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മിലിറ്ററി ലീഡേഴ്സ് ഉണ്ട്. അവർ കിങ്ങിന് ട്രൂപ്സ് കൊടുക്കും എപ്പോഴൊക്കെ വേണോ അപ്പോഴൊക്കെ. അവർക്ക് ഒരു റെഗുലർ സാലറി കൊടുക്കില്ല, പക്ഷേ അവർക്ക് ലാൻഡ് ഗ്രാൻഡായിട്ട് കൊടുക്കും. അവരവിടെ നിന്നുള്ള ടാക്സസ് കളക്ട് ചെയ്യും, സോൾജിയേഴ്സിനെയും ഹോഴ്സസിനെയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യും, വാർഫെയറിനുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യും. അവരെ പറയുന്ന പേരാണ് സാമന്താസ്. സാമന്തായ പവർഫുൾ കിങ് വീക്കായി കഴിയുമ്പോൾ സാമന്ത ഇൻഡിപെൻഡൻ്റ് ആവും. അസംബ്ലീസ് ഇൻ ദ സദേൺ കിങ്ഡത്തിലെ അസംബ്ലീസിനെ കുറിച്ചാണ് പറയുന്നത്. ഇൻസ്ക്രിപ്ഷൻസ് ഓഫ് ദ പല്ലവാസ് മെൻഷൻ എ നമ്പർ ഓഫ് ലോക്കൽ അസംബ്ലീസ്. ഒരുപാട് ലോക്കൽ മീറ്റിംഗ്സ്, അസംബ്ലീസ് ഉണ്ടാവാറുണ്ട്. ഈ പല്ലവാസിൻ്റെ ഇൻസ്ക്രിപ്ഷൻസിലാണ് ഇതെല്ലാം എഴുതി വെച്ച് നോട്ട് ചെയ്തിരിക്കുന്നത്. ദീസ് ഇൻക്ലൂഡഡ് സഭ, ഇതിനെ സഭ എന്നാണ് പറയുന്നത്. വിച്ച് വാസ് എൻ അസംബ്ലി ഓഫ് ബ്രാഹ്മിൻ ലാൻഡ് ഓണേഴ്സ്. ബ്രാഹ്മിൻ ലാൻഡ് ഓണേഴ്സിൻ്റെ ഒരു അസംബ്ലി അല്ലെങ്കിൽ ഗ്രൂപ്പാണ് സഭ. ദി അസംബ്ലി ഫങ്ഷൻഡ് ത്രൂ സബ് കമ്മിറ്റീസ്. അതിന് ഈ കമ്മിറ്റിക്ക് സബ് കമ്മിറ്റീസ് ഉണ്ട്. വിച്ച് ലുക്ക്ഡ് ആഫ്റ്റർ ഇറിഗേഷനും അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസും മേക്കിംഗ് റോഡ്സും ലോക്കൽ ടെമ്പിൾസും ഒക്കെ അവരുടെ ആക്ടിവിറ്റീസാണ്. ദി ഊർ was a village assembly found in areas where landowners were not Brahmins. ബ്രാഹ്മിൻസ് അല്ലാത്ത ലാൻഡ് ഓണേഴ്സിൻ്റെ ഗ്രൂപ്പാണ് ഈ ഊർ എന്ന് പറയുന്നത്. ആൻഡ് ദി നഗരം വാസ് എൻ ഓർഗനൈസേഷൻ ഓഫ് മെർച്ചൻസിൻ്റെ ഓർഗനൈസേഷനായിരുന്നു നഗരം. ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് ദീസ് അസംബ്ലീസ് വെർ കൺട്രോൾഡ് ബൈ റിച്ച് ആൻഡ് പവർഫുൾ ലാൻഡ് ഓണേഴ്സ് ആൻഡ് മെർച്ചൻസ്. ഈ അസംബ്ലീസ് എല്ലാം, ഈ ഗ്രൂപ്പ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്തത് പവർഫുള്ളായിട്ടുള്ള ലാൻഡ് ഓണേഴ്സും മെർച്ചൻസുമാണ്, കച്ചവടക്കാരുമാണ്. മെനി ഓഫ് ദീസ് ലോക്കൽ അസംബ്ലീസ് കണ്ടിന്യൂഡ് ടു ഫങ്ഷൻ ഫോർ സെഞ്ച്വറി. ഒരുപാട് സെഞ്ച്വറീസ് ഈ അസംബ്ലീസ് കണ്ടിന്യൂ ചെയ്തു. ഓർഡിനറി പീപ്പിൾ ഇൻ ദ കിങ്ഡത്തിലെ ഓർഡിനറി പീപ്പിളുടെ അവസ്ഥ എന്തായിരുന്നു? We can catch an occasional glimpse of the lives of ordinary people from plays and other accounts. ഈ നാടകങ്ങളിൽ നിന്നും മറ്റ് റെക്കോർഡ്സിൽ നിന്നൊക്കെ നമുക്ക് ഇവരുടെ ഈ ഓർഡിനറി പീപ്പിളുടെ ലൈഫ് എങ്ങനെയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. ലെറ്റ് us look at some of these. കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. കാളിദാസ is known for his plays depicting life in King's Court. രാജാവിൻ്റെ സദസ്സിലെ ജീവിതത്തെ
കാണിക്കുന്ന പ്ലേകൾ നടത്തുന്ന നാടകങ്ങൾ നടത്തുന്ന ആളാണ് കാളിദാസ്. An interesting feature about these plays is that the king and most Brahmins are shown as speaking Sanskrit. കിങ്ങും മെജോറിറ്റി ബ്രാഹ്മിൻസും സംസ്കൃതമാണ് സംസാരിക്കുക. ആൻഡ് വിമൻ ആൻഡ് മെൻ അതർ ദാൻ ദ കിങ് ആൻഡ് ബ്രാഹ്മിൻസും കിങ്ങും അല്ലാത്തുള്ള മെന്നും ബാക്കിയുള്ള വിമനും സ്ത്രീകളും എല്ലാം ഈ പ്രകൃത് ലാംഗ്വേജാണ് ഉപയോഗിക്കുന്നത്. ഹിസ് മോസ്റ്റ് ഫേമസ് പ്ലേ അഭിജ്ഞാന ശകുന്തളം. അഭിജ്ഞാന ശകുന്തളം എന്ന ഫേമസ് പ്ലേ ഈസ് എ സ്റ്റോറി ഓഫ് ലവ് ബിറ്റ്വീൻ കിങ് നെയ്മഡ് ദുഷ്യന്ത ആൻഡ് എ യങ് വുമൻ നെയ്മഡ് ശകുന്തള. ദുഷ്യന്തൻ എന്ന രാജാവും അതുപോലെ തന്നെ ഒരു യങ് സ്ത്രീയായ ശകുന്തളയും തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ കഥയാണ് ഈ അഭിജ്ഞാന ശകുന്തളം പറയുന്നത്. We find an interesting description of plight of a poor fisherman in this play. ഈ പ്ലേയിൽ ഒരു poor fishermanൻ്റെ കഥ പറയുന്നുണ്ട്. ഫിഷർമാൻ ഫൈൻഡ്സ് എ റിങ്. ഒരു റിങ് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു മോതിരം കിട്ടുന്ന ഫിഷർമാനെ കുറിച്ചാണ് ഈ കഥ പറയുന്നത്. ഫിഷർമാൻ ഫൗണ്ട് എ പ്രീഷ്യസ് റിങ്. ഒരു പ്രീഷ്യസ് റിങ് കിട്ടാണ് വിച്ച് ദ കിങ് ഹാഡ് ഗിവൺ ടു ശകുന്തള. ശകുന്തളയ്ക്ക് രാജാവ് കൊടുത്ത റിങ് ആണ് ഈ ഫിഷർമാന് കിട്ടുന്നത്, മീൻപിടുത്തക്കാരന്. ബട്ട് വിച്ച് ഹാഡ് ബീൻ ആക്സിഡൻ്റലി swallowed ബൈ എ ഫിഷ്. ഒരു ഫിഷ് ആക്സിഡൻ്റലി ഈ റിങ് അല്ലെങ്കിൽ ഈ മോതിരം swallow ചെയ്യുന്നു, വിഴുങ്ങുന്നു. ആ വിഴുങ്ങിയ റിങ്ങാണ് ഈ ഫിഷർമാന് കിട്ടിയത്. വെൻ ഹി വെൻ ടു ദ പാലസ് വിത്ത് ഇറ്റ്. പാലസിലോട്ട് ആ റിങ്ങുമായിട്ട് ആ ഫിഷർമാൻ പോവുകയാണ്. ദ ഗേറ്റ് മാൻ അക്യൂസ്ഡ് ഹിം ഓഫ് തെഫ്റ്റ്. അപ്പോഴത്തെ ഗേറ്റ് മാൻ പറഞ്ഞു ഇയാളത് കട്ടെടുത്തതാണ്. ദ ചീഫ് പോലീസ് ഓഫീസർ വാസ് റാദർ റൂഡ്. ചീഫ് പോലീസ് ഓഫീസർ അയാളോട് വളരെ അപമര്യാദയോടെ പെരുമാറി, റൂഡായിട്ട് പെരുമാറി. However, the king was happy when he saw the ring and sent a reward for the fisherman. ഫിഷർമാനെ കണ്ടപ്പോൾ, റിങ് കണ്ടപ്പോൾ കിങ് ഹാപ്പിയായി. ആൻഡ് സോ ഹി സെൻഡ് എ റിവാർഡ് ഫോർ ദ ഫിഷർമാൻ. ഫിഷർമാന് ഒരു റിവാർഡ് കൊടുത്തു, പ്രൈസ് കൊടുത്തു. And then the police officer and the gateman decided to take a share of the reward. ആ റിവാർഡിൻ്റെ, ആ സമ്മാനത്തിൻ്റെ ഒരു ഷെയർ എടുക്കാനായിട്ട് ഈ പോലീസ് ഓഫീസറും ഗേറ്റ്മാനും ഡിസൈഡ് ചെയ്തു. ആൻഡ് വെൻറ്റ് അലോങ് ദ ഫിഷർമാൻ ടു ഹാവ് എ ഡ്രിങ്ക്. ഫിഷർമാൻ്റെ കൂടെ ഒരു ഈ ഷെയർ കിട്ടാനായിട്ട്, ആ കിട്ടിയ സമ്മാനത്തിൻ്റെ ഷെയറിന് വേണ്ടിയിട്ട് ഫിഷർമാൻ്റെ കൂടെ പോയി. Do you think if a poor man finds something and reports this to the police, he would be treated like this today? ഇപ്പോഴും അങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്? ഒരു പുവർ മാൻ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പോലീസിനോട് പറഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെയാണോ അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുക? നെയിം ഫേമസ് മാൻ ഹൂ ടോട്ട് ഇൻ പ്രകൃത്തിൽ എന്ന ആ പ്രകൃത് ഭാഷയിൽ പഠിപ്പിച്ച ഒരു ഫേമസ് മാൻ ആരാണ്? ആൻഡ് ദ കിങ് ഹൂ ഇഷ്യൂഡ് ഇൻസ്ക്രിപ്ഷൻസ് ഇൻ പ്രകൃതിൽ ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ടാക്കിയ കിങ് ആരാണെന്ന്. ദ ചൈനീസ് പിൽഗ്രിം Fashian noticed a plight of those who were treated as untouchable by high and mighty. വലിയ ആൾക്കാർ കുറേ പാവപ്പെട്ട ആൾക്കാരെ അൺടച്ചബിൾസായി ട്രീറ്റ് ചെയ്തതിനെക്കുറിച്ച് ഒരു ചൈനീസ് പിൽഗ്രിം ഫാഷിയാൻ അദ്ദേഹം നോട്ടീസ് ചെയ്തതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. They were expected to live on the outskirts of the city. സിറ്റീൻ്റെ പുറത്തായിരിക്കും ഈ അൺടച്ചബിൾസിന് ജീവിക്കേണ്ടത്. He writes, if such a man enters a town or a marketplace, he strikes a piece of wood. മാർക്കറ്റ് പ്ലേസിലോ ടൗണിലോ വരികയാണെങ്കിൽ ആ അൺടച്ചബിൾ ആയിട്ടുള്ള മനുഷ്യൻ ഒരു വടി കൊണ്ട് അല്ലെങ്കിൽ ഒരു വുഡ് കൊണ്ട് ഒരു സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് ഒരു സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഇൻ ഓർഡർ ടു കീപ്സ് ഹിംസെൽഫ് സെപ്പറേറ്റ് ആൻഡ് ദ പീപ്പിൾ ഹിയറിങ് ദി സൗണ്ട് നോ വാട്ട് ഇറ്റ് മീൻസ് ആൻഡ് അവോയ്ഡ് ടച്ചിങ് ഹിം. അപ്പോൾ ആ മനുഷ്യനെ കാണാതെ അല്ലെങ്കിൽ ആ മനുഷ്യനെ ടച്ച് ചെയ്തായിരിക്കാനായിട്ട് അദ്ദേഹം ഒരു സൗണ്ട് ഉണ്ടാക്കും. ആ സൗണ്ട് കേൾക്കുമ്പോൾ മറ്റുള്ളവർ വഴിമാറി പോകും, അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്ട്രൈക്ക് ചെയ്യില്ല അല്ലെങ്കിൽ ടച്ച് ചെയ്യില്ല. ദി ബനബട്ട
provides us with a vivid picture of King's army on the move. ഇനി ബനബട്ട ഒരു കിങ്ങിൻ്റെ ആർമിയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. കിങ്ങിൻ്റെ ആർമി എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തോട്ട് പോകുമ്പോൾ, ട്രാവൽ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു. കിങ്സ് ആർമി, ദ കിങ് ട്രാവൽഡ് വിത്ത് എൻ എനോർമസ് എമൗണ്ട് ഓഫ് എക്യുപ്മെൻറ്റ്. ഒരുപാട് എക്യുപ്മെൻറ്റ്സ്, ഒരുപാട് സാധനങ്ങൾ കൊണ്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പാർട്ട് ഫ്രം വെപ്പൺസ് കൂടാതെ ദർ വർ തിങ്സ് ഓഫ് ഡെയിലി യൂസിനുള്ള തിങ്സ് ഉണ്ടാവും. പോട്ട്സ്, പാൻസ്, പിന്നെ ഫർണിച്ചർ, ഗോൾഡൻ ഫുഡ് സ്റ്റൂൾസ്, ഫുഡ് including animals such as goat, deer, rabbits, vegetables, spices, carried on carts or loaded onto a pack. Animals such as camels, elephants എല്ലാം മുകളിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ കാർട്ടിൽ, ഉന്തുവണ്ടികളിലൊക്കെ ആയിട്ട് കൊണ്ടുപോകും. This huge army was accompanied by musicians beating drums. Musicians ഉണ്ടാവും, ഡ്രം ചെണ്ട കൊട്ടിക്കൊണ്ടും, others playing horns and trumpets. അങ്ങനെ ഭയങ്കര മേളമായിട്ടാണ് പോകുന്നത്. വില്ലേജേഴ്സ് ഹാഡ് ടു പ്രൊവൈഡ് ഹോസ്പിറ്റാലിറ്റി അലോങ് ദ വേ. വഴിയിൽ ഉള്ള വില്ലേജസ് ഈ കിങ്ങിന് ഹോസ്പിറ്റാലിറ്റി സ്വീകരിക്കും. ദേ കെയിം വിത്ത് ഗിഫ്റ്റ് കൊടുക്കും, കേർഡ്, ഫ്ലവേഴ്സ്, ആൻഡ് പ്രൊവൈഡഡ് ഫുഡ് ഫോർ ദ അനിമൽസിനുള്ള ഭക്ഷണവും കൊടുക്കും. ദേ ഓൾസോ ട്രൈ ടു മീറ്റ് ദ കിങ്ങിനെ മീറ്റ് ചെയ്യാൻ ശ്രമിക്കും. ആൻഡ് പ്ലേസ് ദെയർ കംപ്ലയിൻറ്റ്സ്, അവരുടെ കംപ്ലയിൻറ്റ്സ് എല്ലാം കിങ്ങിനോട് പറയും. ആൻഡ് പെറ്റീഷൻസ് എല്ലാം കൊടുക്കും. ദി ആർമി ലെഫ്റ്റ് എ ട്രെയിൽ ഓഫ് ഡിസ്ട്രക്ഷൻ ബിഹൈൻഡ്. ആർമി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ബാക്കി അവിടെ മൊത്തം ഡിസ്ട്രോയ് ചെയ്തിട്ടാണ് പോകുന്നത്, നാശമാക്കിയിട്ടാണ് പോകുന്നത്. എലിഫൻസ് ഓഫൻ ട്രാമ്പിൾ ഡൗൺ ദ ഹട്ട്സ് ഓഫ് ദി വില്ലേജേഴ്സിൻ്റെ ഹട്ട്സ് എല്ലാം ഈ എലിഫൻസ് നശിപ്പിക്കും. ആൻഡ് ഓക്സൻ yoked to the caravans of merchants ran away scared by the tumult. അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തിയാണ് ഈ ആർമി മുന്നോട്ട് പോകുന്നത്, ഈ രാജാവിൻ്റെ ആർമി മുന്നോട്ട് പോകുന്നത്. ദി ബാനബട്ട സേസ് ദ ഹോൾ വേൾഡ് വാസ് swallowed up in the dust. മൊത്തം വേൾഡും, അവിടെയുള്ള സ്ഥലം മൊത്തം എന്താണ്, ഒരു ഡസ്റ്റ് വിഴുങ്ങുന്ന, അതായത് പൊടി പടലങ്ങൾ ആയി പൊടി വിഴുങ്ങിയ പോലെ ആയിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ അതായിരുന്നു ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തെ പാർട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.